ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ ബിരിയാണി നമുക്ക് നോക്കാം. അതിന് വേണ്ടി 5 മീഡിയം സൈസ് ഓനിയൻ, 2 തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 എരിവിനനുസരിച്ച് പച്ചമുളക്, ഒരു പിടി വെളുത്തുള്ളി, മല്ലിയില, പുതിന ഇല, ഇത്രയും നമുക്ക് എടുത്ത് അത് തൊലി കളഞ്ഞ് നമുക്ക് വയ്ക്കാം. ഇതിന് വേണ്ടി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ 1 കിലോ ചിക്കൻ കഴുകി കുക്കറിലെടുത്ത് വെച്ചേക്കുക. ഈ ചിക്കനിലിട്ട് വേവിക്കാൻ വേണ്ടി മസാല റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു 10 ഏലക്ക, ഓനിയൻ, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം എടുത്ത് വെച്ചേക്കുന്നുണ്ടല്ലോ, പുതിന ഇല, മല്ലിയില, ഇതെല്ലാം ഒന്ന് പച്ചമുളക് എല്ലാം ചേർത്ത് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ്, നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്ത് ഈ അരച്ച് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അടപ്പൊന്ന് അടച്ചു വെച്ച് 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. 3 വിസിൽ വന്നു കഴിഞ്ഞ് ഇതൊന്ന് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് വെച്ച് മാറ്റി വയ്ക്കാം. ഈ ബിരിയാണിക്ക് ആവശ്യമുള്ള 2.5 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ബിരിയാണി റൈസോ അല്ലെങ്കിൽ ചെറിയ റൈസായിരുന്നാലും മതി. ഞാനിവിടെ ചെറിയ റൈസാണ് എടുത്തേക്കുന്നത്. അതെടുത്ത് നന്നായിട്ടൊന്ന് കഴുകി മാറ്റി വയ്ക്കാം. ഈ സമയത്ത് പ്രഷർ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പം ചിക്കൻ നല്ലവണ്ണം വെന്ത് റെഡി ആയിട്ടുണ്ട്. 2.5 കപ്പ് റൈസ് ഇടുന്നതിന് മൊത്തം നമുക്ക് 4 കപ്പ് വെള്ളം ഒഴിക്കണം. ഇവിടെ തന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം ഊറി നിപ്പുണ്ട്. ചിക്കൻ നമ്മൾ വേവിക്കുന്ന സമയത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. പിന്നെ ഈ നമ്മൾ മസാല കൂട്ട് അരച്ചതിലാണെങ്കിൽ ഉള്ള വെള്ളം എല്ലാം ചേർന്ന് 2 കപ്പ് വെള്ളം ആൾറെഡി ഇതിലുണ്ട്. ഇനി നമുക്ക് 2 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓൾറെഡി ചിക്കൻ വേവിക്കുമ്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി റൈസിനും ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്ത് 1 സ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല പൗഡർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വെട്ടിത്തിളച്ച് വന്ന ഉടനെ റൈസ് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് സ്പൂൺ നെയ്യ്, 1 കഷ്ണം പട്ട, 5-6 ഗ്രാമ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അടുപ്പ് ഓഫ് ചെയ്യാം. പ്രഷർ ഇറങ്ങി കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്ത് ബിരിയാണിയും അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ചിക്കൻ ബിരിയാണിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ഇതിൻ്റെ കൂടെയാണെങ്കിൽ ഒരു ചിക്കൻ ഫ്രൈയും ചെയ്ത് ഒരു സാലഡും ഉണ്ടാക്കി കഴിക്കാൻ പോവുകയാണ്.